ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രികയും മേഘയും ഉൾപ്പെടെ എല്ലാവരും കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ടെൻഡർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് അധികാരികൾ പറയുന്നുണ്ട്, ആരാണോ അതിന് ഉതകുന്ന ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത് അവർക്ക് ഈ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ടെൻഡറിന് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്തിട്ട് ആ കൊട്ടേഷനുള്ള ഫോം ഈ ഒരു ബോക്സിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോവാം. അങ്ങനെ എല്ലാവരും അവരുദ്ദേശിക്കുന്ന കൊട്ടേഷൻ ആ ഫോമിൽ ഫില്ല് ചെയ്യാണ്. മേഘയും മനോഹരനും ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങണിട്ട് സിദ്ധാർത്ഥിനെയും ചന്ദ്രികയും നോക്കുന്നുണ്ടായിരുന്നു. മേഘ അവളുടെ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സിൽ നിക്ഷേപിക്കുകയാണ്. ആ സമയത്തൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രികയാണ്. അവസാനമാണ് ചന്ദ്രികയും സിദ്ധാർത്ഥും വന്നിട്ട് ആ ഒരു ബോക്സിൽ അവരുടെ ഫോം ഫില്ല് ചെയ്തത് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബോക്സിൽ ഇട്ടതിന് ശേഷം അധികാരികൾ ആ ബോക്സുമായിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേന്ന് കാണിക്കുന്നത് ജാനകി ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കയ്യിലൊരു ഗ്ലാസ്സുമായിട്ട് മേഘ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മേഘയെ കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിലാണ് ജാനകി നിൽക്കുന്നത്. അപ്പോൾ മേഘ വിളിക്കുന്നുണ്ട്, അമ്മായി. ജാനകി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെയാണ് മേഘയെ നോക്കുന്നതും. മരുന്ന് കുടിക്കാൻ മറന്നു അല്ലേ? മേഘ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കഴിക്കാം അമ്മായി എന്ന് പറഞ്ഞ സമയത്ത് ജാനകി ദേഷ്യത്തോടെ പറയാണ്, എനിക്ക് മരുന്നൊന്നും വേണ്ട, നീ എടുത്തു കൊണ്ട് പോകാൻ നോക്ക്. അപ്പോൾ മേഘ വല്ലാത്ത സങ്കടത്തോടെ പറയാണ്, എന്താ അമ്മായി, ഒരു ദിവസം പോലും മരുന്ന് മുടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? മരുന്ന് കുടിക്കമ്മായി. ദേഷ്യത്തോടു കൂടിയാണ് ജാനകി മേഘയെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ മേഘ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, ഇന്നാ ഈ പാല് കുടിച്ചിട്ട് മരുന്ന് കഴിക്കാൻ നോക്ക്. അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ്സിലുള്ള പാല് ജാനകിയുടെ നേരെ നീട്ടുകയാണ്. ജാനകി കുറേ നേരം മേഘയെ ദേഷ്യത്തോടെ നോക്കി. അതിനുശേഷം അവർക്ക് നേരെ നീട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽപാത്രം അവർ ദേഷ്യത്തോടെ തട്ടിക്കളയാണ്. മേഘ ഒരിക്കലും ഒട്ടും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വല്ലാത്ത ഷോക്കായിട്ടുണ്ടായിരുന്നു. ജാനകി വെറുപ്പോടു കൂടിയാണ്, അതായത് മുൻപ് ചന്ദ്രികയെ നോക്കുന്നത് പോലെയാണ് മേഘയെ നോക്കിയിരുന്നത്. അപ്പോൾ മേഘ ചെറുതായിട്ടൊരു ദേഷ്യത്തോട് പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ജാനകി അതേപോലെ തന്നെ ദേഷ്യത്തോട് പറയാണ്, നല്ലവളെ പോലെ നീ എൻ്റെ മുന്നിൽ അഭിനയിച്ചില്ലേ? അത് കേട്ടപ്പോൾ മേഘയ്ക്ക് മനസ്സിലായി ജാനകി തന്നെ അവിശ്വസിച്ച് തുടങ്ങുകയാണെന്ന്. അപ്പോൾ ജാനകി സങ്കടത്തോടെയും ദേഷ്യത്തോടെയും വെറുപ്പോടെയും പറയുന്നുണ്ട്, ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും സ്വത്തുക്കളൊക്കെ നീ അപഹരിച്ചതാണ്, തട്ടിയെടുത്തതാണെന്ന് അവർ പറഞ്ഞപ്പോഴൊന്നും ഞാനത് വിശ്വസിച്ചിരുന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നെ കുട്ടിക്കാലം മുതലേ അറിയുന്നതായിരുന്നു. നീ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് നിന്നെ മുഴുവനായിട്ട് വിശ്വസിച്ചവളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ട്. അത് കേട്ട സമയത്ത് മേഘ വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ജാനകിക്ക് തൻ്റെ മേൽ സംശയമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജാനകി സങ്കടത്തോടെയും നിരാശയോടെയും പറയുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തിയും പറഞ്ഞതൊക്കെ സത്യമായിരുന്നോന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. മേഘ ഒന്നും അറിയാത്തതുപോലെ നിഷ്കളങ്കമായിട്ട് പറയാണ്, എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ ലക്ഷ്മി അമ്മയെയും മഹേന്ദ്രൻ അച്ഛനെയും ചതിച്ചിട്ടാണ് ഈ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിച്ചതെന്നോ? ലക്ഷ്മി അമ്മ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ആ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്നത്. ഞാൻ അവരെ പറ്റിച്ചിട്ടൊന്നുമല്ല സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയത്. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ പറയാണ്, മതി നിർത്ത്. നീ ലക്ഷ്മിയെ പറ്റിച്ചിട്ടല്ല സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയതെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ അവർ തിരിച്ചു ചോദിച്ചാൽ തിരിച്ചു കൊടുക്കുന്നതിന്? എന്തുകൊണ്ടാണ് നിനക്കത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത്? അത് കേട്ടതും മേഘ ചെറുതായിട്ടൊന്ന് ഷോക്കാവുകയാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം അവൾ ജാനകിയിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ജാനകി മേഘയോട് പറയാണ്, ഒരാളുടെ മേലൊരു വിശ്വാസം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മരണം വരെ അയാൾ എപ്പോഴും സൂക്ഷിക്കണം. ഞാൻ നിൻ്റെ മേൽ ഒരുപാട് വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ അത് സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല. എൻ്റെ വിശ്വാസത്തിന് നീ അർഹതയില്ലാത്ത ഒരുത്തിയായോ എന്ന് ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ജാനകിയിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ മേഘ വല്ലാതെ പതറി നിൽക്കുകയാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ ജാനകി ദേഷ്യത്തോടെ അവരുടെ വീൽ ചെയറും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ജാനകി അവിടുന്ന് പോയ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, ഓ കുറച്ചായിട്ട് മഹേന്ദ്രൻ അച്ഛൻ്റെയും ലക്ഷ്മി അമ്മയുടെയും ഭാഗത്തേക്ക് ചായുകയാണോ നിങ്ങൾ? ഒരിക്കലും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേരാൻ അനുവദിക്കില്ല. നിങ്ങളെല്ലാവരും തമ്മിൽ പിരിഞ്ഞാൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ചത് സാധിക്കുകയുള്ളൂ. എത്ര നാൾ എന്നോട് ഇങ്ങനെ ദേഷ്യത്തോടെ പെരുമാറിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മേഘ മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ടെൻഡറിനുള്ള കൊട്ടേഷന് വേണ്ടിയിട്ടാണ് വീണ്ടും അവരെല്ലാവരും എത്തിയിരിക്കുകയാണ്. എല്ലാവരും പേടിയോടെയും ആകുലതയോടെയൊക്കെയാണ് ഇരിക്കുന്നത്. ആർക്കായിരിക്കും ടെൻഡർ കിട്ടിയിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്. മേഘ ഇങ്ങനെ ടെൻഷനോട് കൂടി ഇരിക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, മേഘ, നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന ബജറ്റായിരിക്കും എല്ലാവരുടെയും കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബജറ്റ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓർഡർ നമുക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ മേഘയും പറയുന്നുണ്ട്, അതെ അമ്മാവ, ഈ ഓർഡർ നമുക്ക് തന്നെ കിട്ടണം. ചന്ദ്രികയ്ക്ക് കിട്ടാനേ പാടില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം അപമാനകരമായിരിക്കും. അതേപോലെ തന്നെ ചന്ദ്രിക സിദ്ധുവിനോടും ചോദിക്കുന്നുണ്ട്, സർ, നമുക്ക് ഈ ഓർഡർ കിട്ടുമായിരിക്കുമോ? അപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമുക്ക് കിട്ടണം എന്നുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും, നമുക്ക് കിട്ടണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടില്ല. നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴായാലും വന്നു ചേരും.
അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ സാർ രജനി സാറിനെ പോലെ 5 ഡയലോഗൊക്കെ പറയുന്നത്. അത് കേട്ട് സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അധികാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിനുശേഷം അവർ പറയാണ്, ഈ ഒരു ടെൻഡറിന് വേണ്ടിയിട്ട് 3 പേര് ഒരേ തുകയ്ക്കുള്ള കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ആരായിരിക്കും ആ 3 പേരെന്ന് അവർ തന്നെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 3 പേർക്കും കിട്ടില്ല എന്നുള്ളതും അവർക്കറിയാം. അതേസമയം തന്നെ അധികാരിയും പറയുന്നുണ്ട്, 3 പേർക്കും എന്തായാലും ഈ ടെൻഡർ കൊടുക്കാൻ സാധിക്കില്ല. 3 പേരിൽ ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്, ആർക്കായിരിക്കും കിട്ടുക എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അധികാരി പറയുന്നുണ്ട്, എന്തായാലും 3 പേർക്കും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് 3 പേരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്കായിരിക്കും ഞങ്ങളിത് കൊടുക്കുക. അത് കേട്ടതും എല്ലാവരും ടെൻഷനോടുകൂടിയാണ് നിൽക്കുന്നത്. ആ സമയത്ത് അധികാരി ആദ്യത്തെ പേപ്പർ എടുത്തിട്ട് പേര് വായിക്കുകയാണ്. ഈ ഒരു കൊട്ടേഷന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ 3 പേരിൽ ആദ്യത്തെ ആൾ മിസ്റ്റർ ജയറാം. അപ്പോൾ അയാൾ കൈ ഉയർത്തി കാണിക്കുകയാണ്. രണ്ടാമതായിട്ട് പേര് വായിച്ചത് മേഘയുടെ പേരായിരുന്നു. മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള മേഘ. അത് കേട്ടതും സിദ്ധാർത്ഥും ചന്ദ്രികയും നടുങ്ങി നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലായിരുന്നു. മനോഹര മേഘയ്ക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് അദ്ദേഹം വായിച്ചത് ത്യാഗരാജൻ മഹേന്ദ്രൻ കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള ചന്ദ്രിക. അത് കേട്ടതും ചന്ദ്രികയും സിദ്ധുവും ശരിക്കും സന്തോഷത്തിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ മേഘയ്ക്ക് വല്ലാത്ത സങ്കടവും നിരാശയും അപമാനമൊക്കെയാണ് തോന്നുന്നത്. തനിക്കൊപ്പം തന്നെ ചന്ദ്രികയുടെ പേരും വന്നത് മേഘയ്ക്ക് വിശ്വസിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രിക ദൈവത്തിന് നന്ദി പറയാണ്. സിദ്ധു ചന്ദ്രികയ്ക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാണ്. അപ്പോൾ മനോഹരം മേഘയോട് പറയുന്നുണ്ട്, നോക്കുമോളെ, നമ്മൾ എഴുതിയ അതേ ബജറ്റ് തന്നെ ചന്ദ്രിക എഴുതിയിട്ടു. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ചത് അവൾ കേട്ടിട്ടുണ്ടാവുമോ? അതാ അമ്മാവ എനിക്ക് മനസ്സിലാവാത്തത്. മേഘ ഇങ്ങനെ പതറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അധികാരി പറയുന്നുണ്ട്, അപ്പോൾ ഈ 3 പേരിൽ ഒരാൾക്കായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ടെൻഡർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ 3 പേരുടെയും പേര് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ആളുടെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങിയിട്ട് അവരുടെ 3 പേരുടെയും പേര് നറുക്കിന് വേണ്ടിയിട്ട് എഴുതുകയാണ്. ആ സമയത്തൊക്കെ സിദ്ധാർത്ഥും ചന്ദ്രികയും മേഘയും മനോഹരനും ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ 3 പേരുടെയും പേരെഴുതിയിട്ട് നറുക്കെടുക്കുകയാണ്. എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയോടെയും പേടിയോടെയും നിൽക്കുകയാണ്. ആ സമയത്താണ് അതിൽ നിന്നൊരു നറുക്കെടുത്തിട്ട് അദ്ദേഹം പേര് വായിക്കുന്നത്. ത്യാഗരാജൻ മഹേന്ദ്രൻ കമ്പനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള ചന്ദ്രിക. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞ് അവൾ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ ചന്ദ്രികയേക്കാൾ സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കൊട്ടേഷനാണത്. പക്ഷേ മേഘയും മനോഹരനാണെങ്കിൽ ശരിക്കും തോറ്റുപോയ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്നവർ ബാക്കിയുള്ളവരൊക്കെ ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അധികാരികളും അവർക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. മേഘയും മനോഹരനാണെങ്കിൽ ശരിക്കും പരാജയപ്പെട്ട അവസ്ഥയിലാണ്. മേഘയ്ക്ക് നാണക്കേട് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട് അധികാരികളോട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇത്? 9 വർഷമായിട്ട് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഞങ്ങളാണ് നമ്പർ 1 ആയിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും വലിയൊരു ഓർഡർ ഒരു കാരണവും ഇല്ലാതെ ഒരു നറുക്കെടുത്തിട്ട് ഒരു പേര് പോലും ഇല്ലാത്ത ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ചന്ദ്രികയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെയും വെറുപ്പോടും കൂടിയാണ് മേഘ സംസാരിക്കുന്നത്. മാത്രമല്ല അധികാരികൾക്ക് നേരെ അവൾ തട്ടിക്കയറുകയാണ്. ഇത്രയും വലിയൊരു ഓർഡർ എന്തിൻ്റെ പേരിലാണ് അവർ പൂർത്തീകരിച്ച് തരിക എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ലേ? അധികാരികളാണെങ്കിൽ ഒന്നും പറയാനാവാതെ മേഘ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. മേഘ ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഇല്ല, മാൻ പവർ ഇല്ല, ഒരു ബാക്കപ്പ് പോലും ഇല്ല. അങ്ങനെയുള്ള അവരെ കൊണ്ട് എങ്ങനെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് കൃത്യമായ സമയത്ത് ഡെലിവറി ചെയ്തു തരാൻ സാധിക്കും? മേഘ അങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക പേടിയോടുകൂടി സിദ്ധാർത്ഥിനെ നോക്കുകയാണ്, അത് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സിദ്ധാർത്ഥിന് യാതൊരു കുലുക്കവും ഇല്ല. അവൻ ചന്ദ്രികയ്ക്ക് നേരെ കണ്ണുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊന്നും കാര്യമാക്കണ്ടെന്ന്. ഞങ്ങളെപ്പോലെ വലിയൊരു കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ക്വാളിറ്റിയോടെയും നിങ്ങൾ പറയുന്ന സമയത്തിനകവും ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മേഘയുടെ രോഷം കാണുന്ന സമയത്ത് സിദ്ധാർത്ഥിന് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികാരികളും പറയുന്നുണ്ട്, അതിനെപ്പറ്റി ആലോചിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. മേഘയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത അതിശയം തോന്നാണ്. എങ്ങനെയാണ് ഇവർ ചന്ദ്രിക ഇത്രയധികം വിശ്വസിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. മേഘയുടെ ആ ഒരു രോഷം കാണുമ്പോൾ സിദ്ധുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അവനത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുകയാണ് അധികാരികളോട്, തെറ്റ് ചെയ്തിട്ടാണുള്ളത് സാർ നിങ്ങൾ. ഈ പ്രൊജക്റ്റ് വലിയൊരു ഫെയിലാവാൻ വേണ്ടി പോവാണ്. തെറ്റ് ചെയ്തിട്ടാണുള്ളത് സാർ നിങ്ങൾ. ഈ ടെൻഡർ കൊടുത്ത് നിങ്ങളെല്ലാവരും അപകടത്തിൽപ്പെടാൻ വേണ്ടി പോവാണ്. മേഘയുടെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങളെപ്പോലുള്ള വലിയ വലിയ കമ്പനികളെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. തൻ്റെ തോൽവി എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ മേഘ ആവുന്നിടത്തോളം പറയുന്നുണ്ടായിരുന്നു. അവസാനം ദേഷ്യത്തോടെ അവൾ ഇറങ്ങിപ്പോവുകയാണ്. മനോഹരൻ ആ സമയത്ത് സിദ്ധുവിനെ നോക്കുമ്പോൾ സിദ്ധു കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഒന്ന് കൊണ്ടുവരണ്ടല്ലോ.
മനോഹരനും മേഘയ്ക്ക് പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അധികാരികൾ അതൊന്നും വകവെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രികയോട് വന്നിട്ട് ഒപ്പിടാൻ വേണ്ടി പറയുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ സിദ്ധാർത്ഥും ചന്ദ്രികയും അധികാരികളും മാത്രമേ പിന്നെ അവിടെ ബാക്കിയുള്ളൂ. ചന്ദ്രിക ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒപ്പിടുകയാണ്. അതിനുശേഷം അധികാരികൾ ചന്ദ്രികയോട് പറയുന്നുണ്ട്, കൺഗ്രാജുലേഷൻ ചന്ദ്രിക, താങ്ക് യു സർ. നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചന്ദ്രിക സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഓർഡർ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ല, പക്ഷെ അത് നല്ല രീതിയിൽ മുഴുവനായിട്ട് പൂർത്തീകരിക്കണം, അവിടെയാണ് നിങ്ങളുടെ വിജയം. ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. സിദ്ധുവിനും ചെറിയൊരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികാരി ചന്ദ്രികയോട് പറയുന്നുണ്ട്, നിങ്ങളെപ്പറ്റി അവർ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തന്നു. മേഘയെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ചന്ദ്രികയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറഞ്ഞ സമയത്തിനകം യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് ഡെലിവറി തന്നില്ല എന്ന് വെക്കൂ. അങ്ങനെ ആവുമ്പോൾ ഗവൺമെൻറ് നിങ്ങൾക്കെതിരെ പെനാൽറ്റി കിട്ടും. അതൊരു വലിയ മുന്നറിയിപ്പ് തന്നെ ആയിരുന്നു. കാരണം ചന്ദ്രികയുടെ മുഖത്ത് അതിൻ്റെ പരിഭ്രമം കാണാനുണ്ടായിരുന്നു. അവൾ പേടിയോടെ സിദ്ധുവിനെ നോക്കുകയാണ്. സിദ്ധുവിൻ്റെ മുഖത്തും ചെറിയൊരു പരിഭ്രമമുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ യൂണിഫോമും സ്റ്റിച്ച് ചെയ്ത് എല്ലാ സ്കൂളിലും എത്തിയതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് നിങ്ങൾക്ക് ടെൻഡറിന് അനുവദിച്ചിട്ടുള്ള കാശ് തരുള്ളൂ. അത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായിപ്പോയി. സിദ്ധുവിനും അറിയാവുന്ന കാര്യമാണെങ്കിലും അധികാരികൾ പറയുന്നത് കേട്ടപ്പോൾ അവനും ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. മാത്രമല്ല അധികാരി പറയുന്നുണ്ട്, ഇനി ദൈവം വേറെന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഈ ഓർഡർ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്യും. ഓരോരോ കാര്യങ്ങൾ കേൾക്കും തോറും ചന്ദ്രികയ്ക്ക് ഭയം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് പുതുതായിട്ട് കേൾക്കുന്നൊരു ഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പണവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അവരെല്ലാ മുന്നറിയിപ്പുകളും ചന്ദ്രികയ്ക്ക് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധയോടെ ചെയ്യണം, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവരവിടുന്ന് എഴുന്നേൽക്കുന്നത്. പക്ഷേ ചന്ദ്രികയ്ക്ക് ഒരുപാട് സന്തോഷത്തിനൊപ്പം തന്നെ വലിയൊരു സങ്കടം കിട്ടിയൊരു പ്രതീതിയിലാണ് അവളുള്ളത്. അവരൊക്കെ അവിടുന്ന് പോയതിന് ശേഷം ചന്ദ്രികയ്ക്ക് അവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടായിരുന്നു. അവൾ വല്ലാതെ പേടിയോടെയാണ് നിൽക്കുന്നത്. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, വാ ചന്ദ്രിക, നമുക്ക് പോവാം. സർ, എന്താ സർ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? ചന്ദ്രിക അവളുടെ ഭയം മറച്ചു വെക്കുന്നില്ല. അപ്പോൾ സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഇതൊന്നും ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതല്ല, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റൂൾസാണ്. ചന്ദ്രിക പേടിയോടെ നിൽക്കുന്ന കണ്ടപ്പോൾ സിദ്ധു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നമ്മളല്ല ആർക്ക് ഈ ഓർഡർ കിട്ടിയാലും അവർ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. ചന്ദ്രിക പേടിയോടെ സിദ്ധുവിനോട് പറയുന്നുണ്ട്, സർ, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു സർ. പേടി തോന്നുന്നതിൽ എന്താ കാര്യം ചന്ദ്രിക? ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലി ആരംഭിക്കാം, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയ്ക്ക് കൈ കൊടുക്കുകയാണ്. വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മേഘയും മനോഹരനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മേഘയുടെ ടെൻഷനും വിഷമവും സങ്കടമൊക്കെ കണ്ടിട്ട് മനോഹരൻ സമാധാനിപ്പിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട മേഘ, അവളെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അവളുടെ ഈ ഒരു ജോലി നമുക്ക് ഡ്രോപ്പ് ചെയ്യിക്കാം. നീ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴാണ് മേഘയ്ക്കൊരു ആശ്വാസമാവുന്നത്. ആ സമയത്താണ് ചന്ദ്രികയും സിദ്ധാർത്ഥും താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അവർ പക്ഷേ മേഘയെയും മനോഹരനെയും മൈൻഡ് വെക്കാതെ അവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മേഘ മനോഹരനോട് പറയും പോലെ ചന്ദ്രികയ്ക്ക് കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഏയ് അങ്കിൾ, ഓഫീസിൻ്റെ വാടക കെട്ടാനുള്ള 25,000 രൂപ പോലും കയ്യിലില്ലാത്തവർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയെ നോക്കുന്ന സമയത്ത് ചന്ദ്രികൻ തിരിഞ്ഞ് മേഘയെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിദ്ധാർത്ഥും. അപ്പോൾ മനോഹരൻ ചന്ദ്രികയെ പുച്ഛിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ മേഘ കളിയാക്കിക്കൊണ്ട് മനോഹരനോട് പറയുന്നുണ്ട്, 1.25 കോടി രൂപ കടം വാങ്ങി ഈ പ്രൊജക്റ്റ് എങ്ങനെ ആരംഭിക്കുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ ചന്ദ്രിക അതിനൊന്നും മറുപടി പറയുന്നില്ല. അവളുടെ ഭയം ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മേഘ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മനോഹരനും പറയുന്നുണ്ട്, മേഘമോളെ, ഒരു പുല്ലും അറിയാത്ത ഒരുത്തിയാണ് ഈ ചന്ദ്രിക. അവൾക്ക് പോയിട്ട് ഈ ഓർഡർ കൊടുത്തത് നോക്ക്. എന്തിനാ ഈ ഓർഡർ ഇവൾക്ക് കൊടുത്തതെന്ന് അധികാരികൾ തന്നെ ഫീൽ ചെയ്യുന്നൊരു ദിവസം ഉണ്ടാവും. മോള് നോക്കിക്കോ. ചന്ദ്രികയെ കുത്തി നോവിച്ചിട്ട് രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. അവർ പോയതിനു ശേഷം ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, സർ, ഓർഡർ നമുക്ക് കിട്ടിയെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഇത്രയും വലിയൊരു തുക നമ്മൾ എവിടെ നിന്നാണ് തിരിക്കുക? അപ്പോൾ തന്നെ സിദ്ധാർത്ഥ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക ഭയപ്പെടുന്നത്? ഈ ഓർഡറിൻ്റെ കോപ്പി നമ്മൾ ഏത് ബാങ്കിൽ കൊടുത്താലും നമുക്ക് ഏത് ബാങ്കിൽ നിന്നും ലോൺ കിട്ടും. അതൊക്കെ ചന്ദ്രികയ്ക്ക് പുതിയ അറിവായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ആ ലോൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വെറുതെ മറ്റുള്ള പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഓ, അങ്ങനെ കിട്ടുമായിരിക്കും അല്ലേ സർ? എനിക്കെന്തോ പേടി പോലെ. എന്തിനാണ് പേടിക്കുന്നത് ചന്ദ്രിക? എല്ലാ കാര്യത്തിലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് നമ്മളെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് കൂടെ തന്നെ പറയുന്നത്. അപ്പോഴേക്കും അകത്തു നിന്നൊരു ഓഫീസർ വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, മാഡം, നിങ്ങളാണോ ചന്ദ്രിക? അതെ. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. എന്തിനായിരിക്കും വിളിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അയാൾ ചന്ദ്രികയോട് പറയുന്നുണ്ട്, നിങ്ങളെ ചീഫ് ഓഫീസർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾ അദ്ദേഹത്തെ കാണണം. അത് കേട്ടതും ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും ആകെ ഒരു പരിഭ്രമം ഉണ്ടാവുകയാണ്. അത് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ചീഫ് ഓഫീസർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തിനാണെന്നറിയില്ല, എന്തായാലും നമ്മളെ കാണണമെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് അദ്ദേഹത്തെ കാണാം, വാ.
അങ്ങനെ 5 മണിയായപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് സിദ്ധുവും ചന്ദ്രികയും വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചിട്ട് ചീഫ് ഓഫീസറുടെ മുറിയിലേക്ക് പോവാണ്. ചന്ദ്രിക അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തിയ സമയത്ത് അദ്ദേഹം ചന്ദ്രികയ്ക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ ഓർഡറിന് വേണ്ടിയിട്ട്, ഈ ടെൻഡർ കിട്ടാൻ വേണ്ടി എത്രയോ ആൾക്കാർ തമ്മിൽ മത്സരം തന്നെയുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലാണ് നിങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരൊക്കെ അധികാരികൾക്ക് ഒരുപാട് ട്രീറ്റൊക്കെ കൊടുക്കും. അത് കേട്ടതും ചന്ദ്രികയ്ക്ക് ഒരു ചെറിയ പേടി തോന്നുകയാണ്. ഇനി ഈ ട്രീറ്റിനുമായിരിക്കും ഇദ്ദേഹം വിളിപ്പിച്ചതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർക്കാർക്കും ഈ ഒരു ടെൻഡർ കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ടെൻഡർ നിങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സർ എന്തിനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? ആദ്യം ഇവിടെ ഇരിക്കൂ, പറയാം. ചന്ദ്രിക അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം ചായയാണോ കോഫിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രികയോട് പറയാണ്, സാധാരണ ഇങ്ങനെയുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ചീഫ് ഓഫീസർമാർക്ക് ഒരുപാട് കമ്മീഷനൊക്കെ കിട്ടാറുണ്ട്. നിങ്ങളും എനിക്ക് കമ്മീഷൻ തരണം. അത് കേട്ടതും ചന്ദ്രികയും സിദ്ധാർത്ഥവും ആകെ ടെൻഷനായിട്ട് പരസ്പരം നോക്കുകയാണ്. ചന്ദ്രിക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്ത് കമ്മീഷനാണ് സാർ ഉദ്ദേശിക്കുന്നത്? പൊതുവെ എല്ലാവരും ഒരു 20% കമ്മീഷനായിട്ട് തരാറുണ്ട്. നിങ്ങൾ 20% വേണമെങ്കിലും തരാം, അതിന് മുകളിലായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങളുടെ വർക്കിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും ഞങ്ങളിത് ആരുടെ റിപ്പോർട്ടൊന്നും ചെയ്യില്ല. ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടതിന് ശേഷം ചന്ദ്രിക കുറച്ചൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താ സർ, കളിക്കുകയാണോ? ഇത്രയും വലിയൊരു എമൗണ്ടിന് ഞങ്ങൾ എവിടെ പോവും? ഇപ്പോൾ തന്നെ ടെൻഡറിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടിന് ഞങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കണം. ഇതിൽ നിങ്ങൾക്ക് വരെ 20% കമ്മീഷൻ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും സർ? അങ്ങനെ നിങ്ങൾക്ക് കമ്മീഷൻ തന്നാലേ ഈ ഓർഡർ കിട്ടൂ എന്നുള്ളതാണെങ്കിൽ എനിക്ക് ഈ ടെൻഡർ വേണ്ട സർ. ചന്ദ്രിക തീർത്ത് പറയാണ്. അത് കേട്ടതും സിദ്ധാർത്ഥ് തന്നെ അതിശയിച്ചു പോയി. ഇത്രയധികം രൂപ നിങ്ങൾക്ക് കമ്മീഷൻ തന്നിട്ട് ഞങ്ങളെക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കില്ല. സങ്കടത്തോടെയാണ് ചന്ദ്രിക പറയുന്നത്. സർ, നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് സർ. എനിക്ക് ഈ പ്രൊജക്റ്റേ വേണ്ട സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക എഴുന്നേൽക്കുകയാണ്. പിന്നാലെ തന്നെ എഴുന്നേറ്റിട്ട് സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇദ്ദേഹത്തിന് കമ്മീഷൻ കൊടുത്താൽ ഈ ഓർഡർ കിട്ടൂ എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഓർഡർ വേണ്ട സർ. ചന്ദ്രിക ദേഷ്യത്തോടെ ഇറങ്ങി പുറത്തേക്ക് പോവാണ്. ചന്ദ്രികയ്ക്ക് പിന്നാലെ തന്നെ സിദ്ധാർത്ഥും പോകുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.